ഹായ് എല്ലാവർക്കും നമസ്കാരം. ഒരു ചെറിയ കാര്യം പറയട്ടെ, ഇൻട്രോ ഒന്നുമില്ല ഇന്ന്. അപ്പൊ നമ്മുടെ ആപ്പ് എങ്ങനെ കിട്ടും ചോദിച്ചാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്ത് ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ പ്ലേ സ്റ്റോർ കേട്ടിട്ട് സ്ട്രൈക്കർ PSC എന്ന് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ അല്ലെങ്കിൽ iOS ഉപയോഗിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ആപ്പ് കിട്ടുക എന്ന് നമ്മുടെ ടെലഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാം ചാനൽ ലിങ്ക് ഫസ്റ്റ് കമന്റിലുണ്ട്. PYQ ബേസ്ഡ് ക്ലാസ്സുകളാണ്. 50 മണിക്കൂർ നല്ല അടിപൊളി ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം ക്ലാസ്സുകളും നോക്കൂ, ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുക. ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾ ഞാനൊന്ന് പറയാം. 5 മണിക്കൂർ വേൾഡ് ജോഗ്രഫി, 5 മണിക്കൂർ വേൾഡ് ഹിസ്റ്ററി. നോക്കൂ, സിവിക്സ് 5 മണിക്കൂർ PYQ ക്ലാസ്. സിവിക്സ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ പ്രധാനപ്പെട്ട സുപ്രധാന നിയമങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ തണ്ണീർത്തട സംരക്ഷണ നിയമം ആയിക്കോട്ടെ, ദുരന്ത നിവാരണ ആക്ട് ആയിക്കോട്ടെ, ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിക്കോട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ 5 മണിക്കൂർ PYQ വെച്ചുകൊണ്ടുള്ള കംപ്ലീറ്റ് ഒരു ക്ലാസ് ആയിരിക്കും. അതിന്റെ PDF കിട്ടും. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ 5 മണിക്കൂർ കേരള ഗവേണൻസ്, ഇച്ചിരി പാടുള്ള ഒരു ഏരിയയാണ്, അതിന്റെ ക്ലാസ് ഉണ്ടാവും. അതുപോലെ തന്നെ എക്കണോമിക്സ് 5 മണിക്കൂർ. നോക്കൂ, 25 മണിക്കൂറായല്ലോ. 5 മണിക്കൂർ മലയാളവും, 5 മണിക്കൂർ കലാ സാഹിത്യ കായിക സാംസ്കാരിക മേഖല, അതും നമ്മൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ഞാനാണ് കൈകാര്യം ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഓഗസ്റ്റ് 5-ാം തീയതി മുതലാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. സെപ്റ്റംബർ 15-ാം തീയതി എന്ന് വെച്ചാൽ ആദ്യഘട്ട പരീക്ഷയ്ക്ക് മുമ്പ് 40 ദിവസം കൊണ്ട്, അല്ലെ, ഏകദേശം 40-45 ദിവസം നമുക്ക് പരീക്ഷയ്ക്കുണ്ട്. ഈ ഒരു കാര്യം ഞാൻ വീഡിയോ ചെയ്യുന്ന ദിവസം തൊട്ടാണ്. അപ്പൊ ഈ ഒരു കോഴ്സ് സെപ്റ്റംബർ 15 ആകുമ്പോഴേക്കും ഇത്രയും ക്ലാസ്സുകൾ, മണിക്കൂർ ക്ലാസ്സുകൾ ഞാൻ ആ ബാച്ചിൽ എടുക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 15 ക്ലാസ്സുകൾ ഇംഗ്ലീഷിന് കിട്ടും, 15 ക്ലാസ്സുകൾ മാത്സിന് കിട്ടും. നോക്കൂ, ഇത്രയും പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ, പിന്നെ കുറച്ചധികം റിവിഷൻ എന്ന രൂപത്തിലേക്ക് അവസാന ലാപ്പിൽ കുറച്ച് ക്ലാസ്സുകൾ കൂടി ആഡ് ചെയ്യും. അത് ഞാൻ പറയുന്നില്ല. ഇത്രയും ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുക. ഇതിന്റെ നോട്ട് കൂടാതെ നിങ്ങൾക്ക് നോക്കൂ, ഒരു 10 മാതൃകാ പരീക്ഷകൾ, നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിനകത്ത് അവൈലബിൾ ആയിരിക്കും. കൂടാതെ SCERT ബേസ്ഡും നമ്മുടെ PYQ ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള കുറച്ച് ടോപ്പിക് വൈസ് പരീക്ഷകൾ കൂടി ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ടോപ്പിക് വൈസ് ആയിട്ട് ഇപ്പൊ നോക്കൂ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾ അത്യാവശ്യം കുറച്ച് മാർക്കാണ്, 3 മാർക്ക് ഒക്കെ വരുന്ന ഏരിയകൾ ഉണ്ടാവും. അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ടോപ്പിക് വൈസ് ആയിട്ട് എക്സാമുകൾ അതിനകത്ത് ആഡ് ചെയ്യും. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം കേട്ടല്ലോ. അപ്പൊ അത്തരത്തില് ഓരോരോ ടോപ്പിക്, ഇപ്പൊ നമ്മൾ പറയാത്ത ടോപ്പിക് ഉണ്ടല്ലോ, കേരള ചരിത്രം, കേരള ജോഗ്രഫി, ഇതൊന്നും ഞാൻ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ടോപ്പിക് എക്സാമുകളായിട്ട് അതിനകത്ത് ആഡ് ചെയ്തിരും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് അവസാന ഒരു 1.5 മാസം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പഠനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബാച്ച്. അല്ലാതെ 1.5 മാസം കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന രൂപത്തില് വിശദമായിട്ട് ഇങ്ങനെ ഓരോ ടോപ്പിക് വൈസ് എടുത്ത് പഠിപ്പിക്കാൻ സമയമില്ല. അങ്ങനെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല കേട്ടല്ലോ. SCERT ഒക്കെ ഇങ്ങനെ വിശദീകരിച്ച് പറയാതെ PYQ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള SCERT ഫാക്ട്, NCERT ആയിക്കോട്ടെ, +1 +2 ആയിക്കോട്ടെ, അതൊക്കെ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിക്കും. ഞാൻ പറയുന്നു, ഈ ബാച്ചിന് ഒരു പരിമിതി ഉണ്ട്. അത് 1.5 മാസം കൊണ്ട് നമുക്ക് കണ്ടോ വലിയ രൂപത്തിലുള്ള ഒരു സിലബസ് തീർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് VFA ആൻഡ് BEVCO LD PYQ ബാച്ച് എന്ന രൂപത്തിൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. നമ്മുടെ ആദ്യത്തെ ഒരു ബാച്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആപ്പിനകത്ത് കയറിയിട്ട് അത്യാവശ്യം ഡിസ്കൗണ്ടോട് കൂടി തന്നെയാണ്. കാരണം ഈ എഫേർട്ട് എടുത്ത് ലൈവ് ക്ലാസ്സുകൾ തരുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. നിങ്ങളൊരു മാസം റീചാർജ് ചെയ്യുന്ന പൈസേനെ കണ്ട് കുറച്ചുകൂടി അധികം പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ഈ ഒരു 3 മാസം കാലാവധി എന്ന് വെച്ചാൽ എല്ലാ ഘട്ട VFA എക്സാം തീരുന്നവരെയും നിങ്ങൾക്ക് ഈ ആപ്പിനകത്ത് ഈ ബാച്ച് കിട്ടും. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ ചെയ്യുക. എത്രയും പെട്ടെന്ന് ഓഗസ്റ്റ് 5 മുതലാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക. പ്രത്യേകിച്ച് എൻ്റെ ക്ലാസ്സുകളൊക്കെ മനസ്സിലാവുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. വളരെ സ്പീഡിലാണ് പൊതുവേ ഞാൻ ക്ലാസ് എടുക്കാറ്. പക്ഷേ ഈ ബാച്ചിനകത്ത് അത്ര സ്പീഡിലല്ലെങ്കിലും ഈ പറയുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയച്ച് ചോദിക്കാം. പിന്നീട് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ബാച്ച് ഉണ്ട്. ആ ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇപ്പം പറയില്ല. നിങ്ങൾക്ക് വെറുതെ പൈസ കൊടുത്ത് ചേരുന്ന രീതിയല്ല. അതിനും പകരം നമ്മൾ ഇനി ആരംഭിക്കുന്ന ബാച്ചുകളിലൊക്കെ അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടാവും. ഈ VFA ബാച്ചിനെ കുറിച്ചുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ താഴെ നിങ്ങൾക്ക് ഒരു നമ്പർ കാണാം. ഞാനിവിടെ നമ്പർ എഴുതാം: 73 56 04 04 18. ഈ നമ്പർ നമ്മുടെ ആപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും കോഴ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും. തീർച്ചയായിട്ടും VFA ബാച്ച് ഓഗസ്റ്റ് 5-ാം തീയതി ആരംഭിക്കുന്ന ബാച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ മറക്കണ്ട, നമ്മുടെ ക്ലാസ് ഇന്നതാ നടക്കുകയാണ്, ലൈവ് ക്ലാസ്. അതിന്റെ പരിപാടി ഇതാ പൂരം ഇങ്ങനെ അരങ്ങേറിട്ടോ. തൃശ്ശൂർ പൂരം ക്ലാസ് സെറ്റാക്കി തീർന്നില്ല. കോഡുകളൊക്കെ ഉണ്ട്, സർവ്വ സമ്മേളനവും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണ്ടേ. അപ്പൊ നമുക്ക് ക്ലാസ്സിൽ കാണാം. എല്ലാവരും ലൈവിൽ എത്തണേ. ബൈ, താങ്ക് യു.